ആത്മഹത്യകളും സ്വാഭാവിക മരണങ്ങളുമായി മാറുന്ന കസ്റ്റഡി മരണങ്ങൾ. കാലന്റെ കണക്ക് പുസ്തകം എഴുതുന്ന പോലീസ് സ്റ്റേഷനുകൾ. ഒരു കുറ്റകൃത്യം നടന്നാൽ അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് പോലീസാണ്. ആ പോലീസ് തന്നെ കുറ്റവാളിയായാൽ നീതി നിഷേധിച്ച നീതിപീഠത്തിന് നേരെ ഒരു സഹോദരന്റെ ഒറ്റയാൾ പോരാട്ടത്തിന്റെ 400 ദിവസങ്ങൾ. ഇരുമ്പഴികൾക്കും മിടിക്കൂട്ടിനും മിടിക്കട്ടകൾക്കും അപ്പുറം സത്യമെരിയുന്ന തീക്കട്ടയുമായി സത്യത്തിന്റെ കാവൽഭടന്മാരാണ് പോലീസുകാർ. അനീതിക്കെതിരെയും അക്രമത്തിനെതിരെയും പടപൊരുതുന്നവർ. പക്ഷേ നമ്മുടെ ചില പോലീസുകാർ അവർ യഥാർത്ഥത്തിൽ സത്യത്തിന്റെ കാവൽഭടന്മാരാണോ? ആണെങ്കിൽ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, പാറശാലയിലെ ശ്രീജീവിന്റെ മരണം ആത്മഹത്യയായിരുന്നു. മോനെ എന്തിന് ഇവർ ഇത്രയും ക്രൂരത ചെയ്യണം? ഒരു കയ്യോ കാലോ ഓടിച്ചിട്ട് എനിക്ക് തന്നൂടെ? ഇതുപോലെ ഞാൻ കഷ്ടപ്പെട്ട് അവന് ആഹാരം കൊടുക്കുമായിരുന്നല്ലോ. ചികിത്സിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൺമുമ്പിൽ വെച്ച് എൻ്റെ സഹോദരനെ കൊല്ലുക. ശ്രീജീവിൻ്റെ മരണകാരണം കസ്റ്റഡി മർദ്ദനവും അട്രോപ്പിൻ പോയിസണിങ് രണ്ടും കൂടെ കൂടിയിട്ടുള്ള സംഭവം. അതുകൊണ്ട് ആത്മഹത്യയായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്തിനാണ് സർക്കാർ നിയമിച്ചത്? ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ്, അല്ല കൊല്ലാൻ വേണ്ടിയല്ല സർക്കാർ നിയമിച്ചത്. കസ്റ്റഡി മരണവും അത് ആത്മഹത്യയാക്കലും നമ്മുടെ നാട്ടിൽ പുതുമയല്ല. അതിന് ഇരകളാകേണ്ടി വന്നവർ അനുഭവിച്ച യാതനകൾ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയുന്നതുമല്ല. അത്തരമൊരു പട്ടികയിൽ പെട്ടുപോയി പാറശാലയിലെ ശ്രീജീവ്. വീടിന് മേളിലായിട്ട് പെൺകൊച്ചുമായിട്ട് അടുപ്പമായിരുന്നു. അപ്പോൾ ഈ പെൺകൊച്ചിൻ്റെ ബന്ധുവായിട്ടുള്ളൊരു പോലീസുകാരൻ ഇങ്ങനെ എന്തോ പണ്ടെന്തോ നടന്നൊരു മോഷണ കേസിൽ ഇവന് പങ്കുണ്ടെന്ന് പറഞ്ഞ് കൊച്ചിൻ്റെ വിവാഹ സമയത്ത് ഇവൻ്റെ ഇവൻ്റെ ഒരു നല്ല ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ച് വരുത്തി. രാത്രി ഇവന് നാട്ടിലില്ലായിരുന്നു. വിളിച്ച് വരുത്തി കസ്റ്റഡിയിലെടുത്ത് അങ്ങനെ അവർ നല്ലോണം ലോക്കപ്പിനകത്ത് 3-ാം മുറ പ്രയോഗിച്ച് അതിനുശേഷം കൊലപ്പെടുത്തുകയായിരുന്നു. എനിക്കറിയില്ല, ഞാൻ കഷ്ടപ്പെട്ടാണ്. എനിക്ക് ജീവിതത്തിൽ നല്ല പ്രായത്തിൻ്റെയും ഒരു ലൈഫ് പോലും എനിക്കില്ല. തന്നിട്ട് 1 വയസ്സിന് 1.5 വയസ്സിന് തന്നിട്ട് പോയി അയാൾ. എന്നിട്ട് ഈ മക്കൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടു. ഒന്നിനെ കൊല്ലാൻ ഞാൻ, എന്നിട്ട് എനിക്ക് എന്ത് കിട്ടി? ഒരു പെറ്റ തള്ളായി കാണിക്കാതെ ആശുപത്രിയിട്ട് ക്രൂരമായിട്ട് കൊന്നിട്ട് കൊണ്ട് മുറ്റത്ത് വെച്ച് ഒരു ജഡം തരുന്നു. അതാണ് കാക്കിയുടെ നിയമം. കഥ മെനയാൻ നമ്മുടെ നാട്ടിലെ ചില പോലീസുകാർക്ക് നല്ല കഴിവാണ്. അതിന്റെ തെളിവാണ് ശ്രീജീവ് എന്ന യുവാവിന്റെ കസ്റ്റഡി മരണം ആത്മഹത്യയാക്കി മാറ്റിയത്. പണ്ടെന്തോ നടന്നൊരു മോഷണത്തിന് ഈ കൊച്ചിൻ്റെ വിവാഹത്തിന് 10 ദിവസം മുമ്പ് ഇങ്ങനെ അന്വേഷിച്ച് വരികയാണ്. 2014 മെയ് മാസം 12-ാം തീയതിയാണ് അന്വേഷിച്ച് വരുന്നത്. അപ്പോൾ അത് എന്താണ് കാര്യം എന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല. ഇവർ എന്ന് പറഞ്ഞാൽ ഇതൊരു പെറ്റി കേസാണ്. അപ്പോൾ സ്റ്റേഷനിൽ വന്ന് പൈസ അടയ്ക്കാൻ പറയണമെന്ന് പറഞ്ഞിട്ടാണ് അവരങ്ങ് പോകുന്നത്. ഇതിൽ കൊച്ചിൻ്റെ വിവാഹത്തിന് 10 ദിവസം മുമ്പാണ്. മെയ് മാസം 12-നാണ്. 22-ന് കൊച്ചിൻ്റെ കല്യാണമാണ്. എൻ്റെ പിള്ള മോഷണ കേസിൽ പ്രതിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചെറ്റ കൂട്ടില് അപ്പുറത്തെ നോക്കി വാതില് പോലുമില്ല, ഒരു കമ്പെടുത്ത് വെച്ചാണ് ഞങ്ങൾ ചാരി രാത്രി കിടക്കുന്നത്. മെയ് മാസം
ഈ 20-ാം തീയതിയാണ് വരുന്നത്. 20-ാം തീയതി രാവിലെ ഇങ്ങനെ വരുവാണ്. രാവിലെ വീട്ടിൽ വന്ന് പറയുവാണ് ഇങ്ങനെ ലോക്കപ്പിനകത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചു, ഇങ്ങനെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ്, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. ഇത് കേട്ടത് ഞാനും എൻ്റെ വേറെ ഫ്രണ്ടുമായിട്ട് പാറശാല സ്റ്റേഷനിൽ ചെല്ലുന്നു. അപ്പോൾ ഗോവകുമാർ CA ആ പുള്ളി കുറേ പേപ്പറിൽ, ഞങ്ങൾ വളരെ വെപ്രാളപ്പെട്ടാണ് പോകുന്നത്, വളരെ തിരുക്കത്തിൽ പോകുന്ന സമയത്ത് കുറേ പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിക്കുന്നു. പിന്നെ നേരെ ഹോസ്പിറ്റലിലോട്ട് ചെല്ലാൻ പറയുന്നു. ചുറ്റും ബെഡിൽ കൈയും കാലും കെട്ടിയിട്ട് ഇട്ടിരിക്കുകയാണ്. പിന്നെ ഓക്സിജൻ വെച്ചിട്ടുണ്ട്, മുഖത്ത് ഓക്സിജൻ വെച്ചിട്ടുണ്ട്. ചുറ്റും പോലീസുകാർ, ഒരു 6-7 പോലീസുകാർ ചുറ്റും കൂടി ഇരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർമാരൊക്കെ മാറിയിരിക്കുകയാണ്, ചുറ്റും പോലീസുകാരാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പോയി, സാറേ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വേറെ കുഴപ്പമൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇവരിങ്ങനെ കുഴപ്പമില്ല എന്ന് പറയുമ്പോഴും കൈയും കാലും കെട്ടിയിട്ടിരിക്കുകയാണ്. സ്വയമേ ഒരു മനുഷ്യനെ കൊണ്ട് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല, ഒന്നും സംസാരിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ കിടക്കുകയാണ്. ഇവരെന്നെ കണ്ടതും ഞാനിങ്ങനെ ഇവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് കണ്ണുകൊണ്ടും കൈ കൊണ്ടും ഇങ്ങനെ ഈ ഓക്സിജൻ ഇരിക്കുന്ന സിലിണ്ടറിൻ്റെ ഭാഗത്തോട്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നു. പിന്നെ ഈ പുറം കൊണ്ട് ഇങ്ങനെ, ഈ വലത്തെ വശത്താണ് ഈ ഓക്സിജൻ ഇരിക്കുന്നത്, ഈ പുറം കൊണ്ട് ഇങ്ങനെ ഞരങ്ങി ഈ ഓക്സിജൻ ഈ ഭാഗത്തോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എൻ്റെ പിള്ളേ, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം മെഡിക്കൽ കോളേജിൽ കൊണ്ടിട്ടപ്പോൾ അമ്മ അറിയിക്കണ്ട. എൻ്റെ പിള്ളേര് ലാസ്റ്റിൽ ഒരു മൊഴി പോലും കേൾക്കാൻ സമ്മതിക്കാതെ ഞാൻ എന്തിന്? ഒരു കൊലപാതകം ആശുപത്രിയിൽ വെച്ച് നടത്തി അതിനെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് ചികിത്സയുടെ ഭാഗമായിട്ടുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു മരണമാക്കി ഇവർ കാണിക്കും. പ്രണയം ഒരു സുന്ദരമായ അനുഭവമാണ്. പക്ഷേ പ്രണയം ഒരു ദുരന്തമായാലോ? ജീവിച്ചു തുടങ്ങുന്നതിന് മുമ്പേ ശ്രീജീവനെ ഇല്ലാതാക്കിയത് ഒരു പ്രണയമായിരുന്നു. ഇത് പ്രണയം മാത്രമല്ല എൻ്റെ അനിയൻ കൂലിപ്പണിയാണ്, അതിൻ്റെ കൂടെ മൊബൈലിൻ്റെ കച്ചവടമൊക്കെ ചെയ്യും. അപ്പോൾ ഈ കൊച്ചിൻ്റെ നിന്ന് പൈസയൊക്കെ കടം വാങ്ങിക്കും, പിന്നെ തിരിച്ചു കൊടുക്കും. അപ്പോൾ ഇത് ലാസ്റ്റ് ഇവന് ഈ പോകുന്ന സമയത്ത് കൊച്ചിൻ്റെ നിന്ന് എന്തോ പൈസ കടം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ എന്തോ ആണ് വഴക്കുണ്ടായത്. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ജനങ്ങൾക്ക് പോലീസിന്മേൽ വിശ്വാസം നഷ്ടപ്പെടുകയും പോലീസിന്റെ ക്രൂരതകൾക്ക് പാവം ജനങ്ങൾ ഇരകളാകേണ്ടി വരികയും ചെയ്യുമ്പോൾ നീതിയുടെ നെടുന്തൂണായി ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന നിയമസങ്കേതം. അവിടെ വരെ പോകേണ്ടി വന്നു ശ്രീജീവിന്റെ മരണം ആത്മഹത്യയല്ലാതെ തെളിയിക്കാം. പോലീസിൻ്റെ അതിക്രമത്തിന് എതിരെ ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഒരു ശേഷിയില്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് ഒരു പ്രതിവിധി എന്നുള്ള നിലയിൽ സുപ്രീം കോടതി പറഞ്ഞു, ഈ പോലീസ് അതിക്രമങ്ങൾ വന്നാൽ അത് അന്വേഷിക്കാനായിട്ടൊരു പ്രത്യേക ഏജൻസി വേണം. അതിപ്പോൾ ഒരാൾക്കൊരു അടി കിട്ടി, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു മർദ്ദിച്ചു, അയാൾക്ക് പോലീസിനെതിരെ കേസ് കൊടുക്കാനും ആ കേസ് നടത്താനൊന്നും കഴിവൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ചീപ്പായിട്ടുള്ളൊരു സംവിധാനമായിരിക്കണം അത്. എല്ലാ സ്റ്റേറ്റിലും അങ്ങനെ ഒരു കംപ്ലയിൻസ് അതോറിറ്റി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു പോലീസ് കമ്മീഷൻ പോലത്തെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് 2006 സുപ്രീം കോടതി പുറപ്പെടുവിച്ച നിർദ്ദേശത്തെ തുടർന്നാണ് ഈ കേരളത്തിലും മറ്റു ചില സ്റ്റേറ്റുകളിലും പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി, അത് പോലീസ് ആക്ടിൻ്റെ ആണ് ഈ അതോറിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. നാരായണക്കുറുപ്പ് സാറ് പൂർണ്ണമായിട്ട് കണ്ടുപിടിച്ചു. ഇതിനുവേണ്ടി പല സ്ഥലങ്ങളിലും പോയി ഇതിങ്ങനെ പോലീസ് മർദ്ദനം മൂലമാണ്, ഇവർ പറയുന്ന വെറും പച്ചക്കള്ളമാണ് എന്നുള്ളത് ഈ ഇടയ്ക്ക് കണ്ടുപിടിച്ചായിരുന്നു. 2013 നടന്നൊരു മോഷണ കേസിന് 2014 അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. രാത്രി 12 മണിക്ക് അത് ഒരു പോലീസ് ടീം കൺസിസ്റ്റിംഗ് ഓഫ് CI, ASI, SCPO ആൻഡ് എ ഡ്രൈവർ. ആ ഡ്രൈവർ ഒരു ഗൈഡ് ASI ആണ്. ഈ 4 പേര് കൂടിയിട്ട് രാത്രി 11:30 പാറശാല പോലീസ് സ്റ്റേഷനിൽ ഇത്രയും അകലെ 10-20 കിലോമീറ്റർ അകലെ പൂവാറ് പോയിട്ട് ഒരു പയ്യനെ അറസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അത് 2013 നടന്ന ഒരു മോഷണ കേസിൽ ഞങ്ങളുടേതായിട്ടുള്ള സംശയമുണ്ട്. നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു മൊബൈൽ മോഷണ കേസിന്റെ പേരിൽ 2014 മെയിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരപ്പെട്ട ശ്രീജീവിനെ അറിയില്ലായിരുന്നു അത് തൻ്റെ മരണത്തിലേക്കുള്ള വരവായിരുന്നു. മൂത്ത ജ്യേഷ്ഠ സഹോദരൻ പറയുന്നു ഇത് ഫിർഡാനൊന്നും കഴിച്ചല്ല മരിച്ചത്, മർദ്ദനമേറ്റാണ് മരിച്ചത്. അപ്പോൾ 2 ഇതുണ്ട്. അപ്പോൾ ആദ്യം പോലീസ് പറഞ്ഞു ശരിയാണല്ലോ എന്ന് നോക്കിയപ്പോൾ അതിന് ഞങ്ങൾക്ക് കുറേ ടൈം പോയി.
ആർക്കും ഇതിൻ്റെ ലീതൽ ഡോസ് അറിയത്തില്ല. ഫിർഡാൻ എത്ര കഴിച്ചാലാണ് ഒരാൾ മരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്തിട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഏറ്റവും വലിയ ആളെ സയൻറ്റിസ്റ്റിനെ തന്നെ കണ്ടു. അപ്പോൾ പോസ്റ്റ് ഡോക്ടറൽ ഇതാണ്, ഡോക്ടറെ കണ്ടു, സയൻറ്റിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 70 കിലോഗ്രാം തൂക്കമുള്ളൊരു വ്യക്തിക്ക്, ശ്രീജീവന് 69 കിലോഗ്രാം ഉണ്ടായിരുന്നു, 70 കിലോഗ്രാം തൂക്കമുള്ളൊരു വ്യക്തിക്ക് വ്യക്തി മരണപ്പെടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 63 ഗ്രാം ഫുർഡാൻ വേണം. ഈ ഫുർഡാൻ മാർക്കറ്റിൽ ഇവിടെ നിരോധിച്ചിരിക്കുകയാണ് കേരളത്തിൽ. അങ്ങനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ ഡോക്ടർ പറഞ്ഞത്, സയൻറ്റിസ്റ്റ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്, മിനിമം ഏറ്റവും കുറഞ്ഞത് 63 ഗ്രാം ഫുർഡാൻ വേണം 70 കിലോ തൂക്കമുള്ള ഒരു വ്യക്തിയുടെ മരണത്തിന് ഇടയാക്കണം. അപ്പോൾ അത് നോക്കിയപ്പോൾ അണ്ടർവെയറിൻ്റെ നൈലോണിൻ്റെ മുകളിൽ കൂടെ ഒരു ഇതുണ്ട്, കോട്ടൺ കവറുണ്ട്. ആ കോട്ടൺ കവറിലൊരു തുളയുണ്ടാക്കിയിട്ട് അതിൻ്റെ ഇടയിലുള്ള സ്ഥലത്തിൽ കൂടെ വച്ചു എന്നാണ് പറയുന്നത്. അതേസമയം തന്നെ ലോക്കപ്പിൽ ഇയാളെ ഇടുന്നതിന് മുമ്പ് തന്നെ, ശ്രീജീവനെ ഇടുന്നതിന് മുമ്പ് തന്നെ 3-4 ഓഫീസർമാർ വളരെ വിശദമായിട്ട് ശരീരവും വസ്ത്രവും പരിശോധിച്ചിട്ടുണ്ട് പലതവണയായിട്ട്. അപ്പോൾ ഈ 63 ഗ്രാം ഫിർഡാൻ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ലോക്കപ്പിൽ ഇടുന്നതിന് മുമ്പ് പരിശോധനയിൽ അത് പുറത്ത് എങ്ങനെയും വരും. അപ്പോൾ അത് യാതൊരു കാരണവശാലും ഇവർ കണ്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം ഫിർഡാൻ ഇതിൻ്റെ അകത്ത് തിരികെ വെച്ച് ഉള്ളിൽ വന്നിട്ടില്ല എന്നുള്ള ആ കോൺക്രീറ്റ് നിഗമനത്തിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. മർദ്ദനത്തിൻ്റെ ആയിട്ടുള്ള പാടുകളുണ്ടായിരുന്നു. മർദ്ദനത്തിൻ്റെ ആയിട്ടുള്ള പാടുകൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ വലത്തെ വാരിയലിൻ്റെ ഭാഗത്ത്, കഴുത്തിൽ, അതേപോലെ മുതുകിൽ, പിന്നെ ഈ വൃഷ്ണഭാഗത്ത്, അവിടെയൊക്കെ വൃഷ്ണഭാഗത്തൊക്കെ നല്ല ചതവുണ്ടായിരുന്നു. സീനിയർ സിവിൽ പോലീസ് ഓഫീസറും വേറൊരു CPO സിവിൽ പോലീസ് ഓഫീസറും കൂടി വന്നേ. അവർ വന്ന ഉടനെ പറഞ്ഞു ശ്രീജീവ് ഫിർഡാൻ കഴിച്ചിട്ടുണ്ട്. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ചികിത്സ തുടങ്ങിയത്. കാഷ്വാലിറ്റിയിൽ വെച്ച് തന്നെ 80 മില്ലിഗ്രാം അട്രോപ്പിനാണ് ഇതിൻ്റെ ഒരു ആൻറ്റിഡോട്ട്. അവിടെ വെച്ച് തന്നെ IV ഇൻഫ്യൂഷൻ തുടങ്ങി, IV ഇഞ്ചക്ഷൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വാർഡിലേക്ക് മാറ്റി. വാർഡിൽ ചെന്നിട്ട് അവിടെ 60 മില്ലിഗ്രാം, അത് ഇതിനെ തുടർന്ന് 30 മില്ലിഗ്രാം 8th hourly till he died. അപ്പോൾ മൊത്തം 230 മില്ലിഗ്രാം അട്രോപ്പിൻ കടത്തുന്നുണ്ട് ശരീരത്തിൽ. അപ്പോൾ മരണകാരണം ഈ മസിൽ ഇഞ്ചുറിയും അട്രോപ്പിൻ പോയിസണിങ്ങാണ് ഞങ്ങളങ്ങനെ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ വാർഡിൽ ചികിത്സ ചെയ്തിരുന്ന സമയത്ത്, ചികിത്സയ്ക്ക് വിധേയനായ സമയത്ത് ശ്രീജീവിൻ്റെ ബ്ലഡൊക്കെ പരിശോധിച്ചിട്ടുണ്ട്, യൂറിനൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. ബ്ലഡിൽ CPK എന്നൊരു ഘടകമുണ്ട്, ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ്. അത് നോക്കി നോർമലായിട്ട് 2 ഒക്കെ ഉള്ള ഒരു ഫിഗർ, ചെറിയൊരു വാല്യൂ ആകാവും. ഇതിൽ 4600 ശ്രീജീവിൻ്റെ. അത് മസിൽ ട്രോമ അല്ലെങ്കിൽ ക്രഷ് ഇഞ്ചുറി വരുമ്പോൾ മാത്രമേ വരത്തുള്ളൂ. ഞങ്ങൾ അതിൻ്റെ സുപ്രീമായിട്ടുള്ള ആളെ കൺസൾട്ട് ചെയ്ത്, ഡോക്ടർ ഗുഹരാജിനെ കൺസൾട്ട് ചെയ്ത്, സിവിയർ മസിൽ ഇഞ്ചുറി ഉണ്ടെങ്കിൽ മാത്രമേ യൂറിനിൽ മയോഗ്ലോബിൻ കാണത്തുള്ളൂ. ഇതിൽ 2000+. ഇതെല്ലാം എവിഡൻസും ഇത് ഇവർ പറയുന്ന ആത്മഹത്യക്കെതിരെ. രാത്രി 12 മണിക്ക് പാറശാല പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന ശ്രീജീവിനെ 12:30 പോലീസ് ലോക്കപ്പിലാകുന്നു. അതിനുശേഷം സംഭവിച്ചത് ഇവിടെ ഈ ലോക്കപ്പിനുള്ളിൽ ജീവന്റെ തുടിപ്പുകളുണ്ടോ? ഈ ലോകത്തോട് അവന് മാത്രമായി പറയാനുള്ള എന്തോ ഒന്ന്, അത് പറയാൻ അവൻ ഇവിടെ തന്നെ ഉണ്ടോ, അതോ അതൊരു തോന്നൽ മാത്രമാണ്?
ഈ 4 ചുവരുകൾക്കുള്ളിൽ പ്രതിധ്വനിക്കുന്നവന്റെ നിലവിളി ജീവന് വേണ്ടിയുള്ള അവസാന യാചനയായിരുന്നു. ഉറക്കെയുള്ള ആ ദയനീയ കരച്ചിൽ കേൾക്കാൻ കഴിയാത്തത്ര നിഷ്ഠൂരമായ മനസ്സാണോ നമ്മുടെ നിയമപാലകർക്ക്? ഇവിടെ അവൻ ഒരു രാത്രി അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ എത്രത്തോളം വലുതായിരിക്കും? അഞ്ചാം ക്ലാസ് പഠിപ്പ് മാത്രമുള്ള ശ്രീജീവ് ഇങ്ങനൊരു കുറിപ്പ് എഴുതുവോ? ഇല്ല. ശ്രീജീവിന്റെ കൈയക്ഷരം ഇതായിരുന്നു? അല്ല. പിന്നെ ഈ കുറിപ്പ് എങ്ങനെ ഉണ്ടായി? ശ്രീജീവ് താമസിച്ചിരുന്ന ആറ്റിങ്ങൽ ലോഡ്ജിലാണ്. അവിടെ നിന്ന് ഒരു സൂയിസൈഡ് നോട്ട് പോലീസ് കണ്ടെടുത്തു. ഞങ്ങൾ നോക്കിയപ്പോൾ എനിക്ക് ജീവിതം മടുത്തു, ഞാൻ പോകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ലിറ്റററി സ്റ്റൈൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ വീട്ടുകാരുണ്ട് ഈ സൂയിസൈഡ് നോട്ട് ഹാജരാക്കിയപ്പോൾ അമ്മയും സഹോദരനും പറഞ്ഞത് അവൻ്റെ കയ്യക്ഷരമേ അല്ല, അവൻ എഴുതിയതല്ല, അവൻ 5 വരെ പഠിച്ചുള്ളൂ. ഇങ്ങനെ ശരി, ഇതിനെപ്പറ്റി തർക്കമുണ്ട്. ഈ ഹാൻഡ് റൈറ്റിങ്ങിന് അഡ്മിറ്റഡ് ആയിട്ട് വല്ലതും ഉണ്ടെന്ന് ആ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, ക്രൈം ബ്രാഞ്ചിൽ DYSP മറ്റുമാണ്. അപ്പോൾ ഒന്നുമില്ലയെന്ന് പറഞ്ഞു. കയ്യിൽ ഫയലുണ്ട്, ക്രൈം ബ്രാഞ്ച് ഫയൽ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നോക്കി. അപ്പോഴാണ് ആ ലോഡ്ജിൽ മുറി എടുക്കാൻ സമയത്ത് ശ്രീജീവ് എഴുതി കൊടുത്ത ആ ലെഡ്ജറിലുള്ള ഹാൻഡ് റൈറ്റിംഗ് കണ്ടത്. അത് അഡ്മിറ്റഡാണ്. അത് നോക്കിയപ്പോൾ ഇത് തമ്മിൽ യാതൊരു സാമ്യവുമില്ല. എന്നിട്ട് അത് ഞങ്ങൾ ഒരു ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ടിനെ കൊണ്ട് അത് പരിശോധിപ്പിച്ചു. അത് പറഞ്ഞു, രണ്ടും 2 പേര് എഴുതിയതാണ്, ഒരാൾ എഴുതിയതല്ല. എനിക്ക് ജീവിതം മടുത്തു, ഞാൻ പോകുന്നു. അത് ഞാൻ എൻ്റെ ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. അത് 5ാം ക്ലാസ് വരെ പഠിച്ച ഒരാൾക്ക് എഴുതാൻ പറ്റില്ല. ഒന്നാമത് രണ്ടും ഹാൻഡ് റൈറ്റിംഗ് വ്യത്യസ്തമാണ്. അതിന് പുറമെ അതിൽ എഴുതിയിരിക്കുന്ന കണ്ടൻസ്, അതിൻ്റെ ഉള്ളടക്കം, എനിക്ക് ജീവിതം മടുത്തു, ഞാൻ പോകുന്നു എന്നുള്ളത് 5 ക്ലാസ് വരെ പഠിച്ച ഒരാൾക്കൊന്നും എഴുതാൻ പറ്റില്ല. ഇതെല്ലാം കൂടെ വച്ചു നോക്കുമ്പോൾ ഒരേ ഒരു കൺക്ലൂഷൻ, നിഗമനത്തിലേ നമുക്ക് എത്താൻ പറ്റുള്ളൂ. അതായത് ശ്രീജീവിൻ്റെ മരണകാരണം കസ്റ്റഡി മർദ്ദനവും അട്രോപ്പിൻ പോയിസണിങ് രണ്ടും കൂടെ കൂടിയിട്ടുള്ള സംഭവം. തെറ്റ് ചെയ്ത ആരായിരുന്നാലും, വലിയ ഉന്നതനായിരുന്നാലും, ഞങ്ങൾക്ക് പൈസയില്ല കോടതിയിലും മറ്റിടത്തും കയറി ഇറങ്ങാൻ. പക്ഷേ ഈ പോലീസ് അതോറിറ്റിയിൽ നിന്ന് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആയുസ്സിന് ദൈവം ആയുസ് കൂട്ടിക്കൊടുക്കട്ടെ. ഇത്രയും ചെറിയ തെളിവായാലും ഞങ്ങൾക്ക് സാധിച്ചു തന്നല്ലോ. പക്ഷേ ഇതിന് മുമ്പിൽ ആര് ചെയ്താലും നിയമത്തിൻ്റെ മുമ്പിൽ സത്യം വെളിച്ചത്ത് വരുത്തുക, അത്രേ ഉള്ളൂ. എല്ലാം കൊണ്ട് ഞാൻ എൻ്റെ മനസ്സ് കല്ലായിപ്പോയെന്ന് എനിക്ക് കരയാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഇപ്പം നെഞ്ചിൽ കരയാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അത്രയ്ക്ക് വേദന സഹിച്ച് നടക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. പോലീസ് കസ്റ്റഡിയിലെടുത്ത ശ്രീജീവിന് പിന്നീട് എന്ത് സംഭവിച്ചു? ശ്രീജീവ് ഫിറോഡാൻ കഴിച്ച് ആത്മഹത്യ ചെയ്താണെന്ന് പോലീസും പോലീസിന്റെ മർദ്ദനമേറ്റാണ് മരിച്ചതെന്ന് തെളിവുകളും പറയുന്നു. സത്യം ആരുടെ ഭാഗത്താണ്? ഞങ്ങൾ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ പാരലായിട്ട് സമാന്തരമായിട്ട് സ്റ്റേറ്റ് പോലീസ് ചീഫ് അന്വേഷണം നടത്തി. അപ്പോൾ അതിനൊരു അറിയിപ്പ് കിട്ടി ഞങ്ങൾക്ക്. പെറ്റീഷണർ തന്നെ കൊണ്ടുവന്നു, ഹർജിക്കാരൻ തന്നെ കൊണ്ടുവന്നു. അപ്പോൾ സ്റ്റേറ്റ് പോലീസ് ചീഫ് അന്വേഷിച്ചപ്പോൾ ഞങ്ങളുടെ അന്വേഷണത്തിൽ ശ്രീജീവ്
കസ്റ്റഡിയിലിരിക്കുമ്പോൾ വിഷം കഴിച്ച് മരിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അത് ഞങ്ങൾക്ക് തള്ളിക്കളയാനേ പറ്റത്തുള്ളൂ. അത് ശരി, അത് പോലീസ് ചീഫ് ചെയ്ത് ശരിയല്ല. ഞങ്ങളിത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഞാൻ ഏതാണ്ട് ആദ്യം 106 ദിവസം വരെ പകൽ മുഴുവൻ ആഹാര വെള്ളമൊന്നുമില്ല, ഉപവാസമായിരുന്നു. അതിനകത്ത് വെച്ച് ആരും ഒന്നും ചെയ്തില്ല. ശ്രീജീവിന്റെ മരണത്തിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തുന്നതിനും പ്രതിസ്ഥാനത്തുള്ള പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് ശ്രീജീവിന്റെ സഹോദരൻ നടത്തുന്ന സത്യാഗ്രഹം 400 ദിവസം പിന്നിടുമ്പോഴും ശ്രീജീവിന്റെ കൊലയാളികളായ പോലീസുകാർ ഇപ്പോഴും ഡിപ്പാർട്ട്മെന്റിൽ സേവനം ചെയ്യുന്നുണ്ട്. പോലീസിനെതിരായിട്ടുള്ള അക്രമങ്ങൾ, ഈ മർദ്ദനം, ഇങ്ങനെ ഉള്ള കാര്യങ്ങളുണ്ട്, കസ്റ്റോഡിയൽ ഡെത്ത്, ഇതും മറ്റ് ആരോപണം വിധേയമാകുമ്പോൾ ആ ആരോപണം പോലീസ് തന്നെ അന്വേഷിക്കാൻ പാടില്ല. ഒരിക്കലും അന്വേഷിക്കാൻ പാടില്ല. ഒരു ഇൻഡിപെൻഡൻറ്റ് ഏജൻസി വേണം. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ സ്റ്റേറ്റ് പോലീസ് ചീഫിനോട് പറഞ്ഞിട്ടുണ്ട്, ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കുക. അതിൽ ആരൊക്കെയാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് ഞങ്ങളൊരു ലിസ്റ്റ് തരും, അതിൽ നിന്ന് വയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയേണ്ടി വന്നു. സംശയത്തിന്റെ നിഴലിലുള്ള ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് കുറ്റപത്രം സമർപ്പിക്കണമെന്ന് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയിട്ട് പോലും നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. 90% കേസുകളിൽ ഞങ്ങളുടെ അടുത്ത് വരുന്നത് തെറിവിളിയും പോലീസിൻ്റെ തല്ലലും മർദ്ദനവും ഇതൊക്കെയാണ്. അതിനൊക്കെ അറുതി വരുത്തണമെന്ന് വെച്ചാൽ അവരുടെ ട്രെയിനിങ് നന്നാക്കണം, ഒരു സെലക്ഷൻ മെത്തേഡ് ഒക്കെ ഇത്തിരി വ്യത്യാസം വരുത്തണം. ഇതൊക്കെ വന്നാൽ മാത്രമേ പറ്റുള്ളൂ. സംഗതി ഗ്രാജുവേറ്റും പോസ്റ്റ് ഗ്രാജുവേറ്റും, അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നും. കേവലം ഒരു നഷ്ടപരിഹാരം നൽകിയതുകൊണ്ട് മാത്രം നികത്താനാവുന്നതല്ല ശ്രീജീവിന്റെ കുടുംബത്തിനുണ്ടായ നഷ്ടം. ഞങ്ങൾക്ക് കോടി, എൻ്റെ മോൻ്റെ ജീവൻ എന്തായാലും എനിക്ക് തിരിച്ചു കിട്ടില്ല. എത്ര പണം തന്നാലും എനിക്ക് തിരിച്ചു കിട്ടില്ല. പക്ഷേ ഈ ക്രൂരകൃത്യം ചെയ്തവരെ, എൻ്റെ നെഞ്ച് അടങ്ങണമെങ്കിൽ എൻ്റെ പിള്ളയെ കൊന്നവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക. ആരായിരുന്നാലും ഞാൻ എൻ്റെ സർവശക്തനോട് ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന അത്രയേ ഉള്ളൂ. എൻ്റെ കർത്താവേ, ഞങ്ങൾ പോകുന്നിടത്തെല്ലാം ഞങ്ങൾക്ക് പ്രതികൂലമാണ്. ഞങ്ങൾക്ക് ഇതിലെങ്കിലും ഈ തെറ്റ് ചെയ്തവരെ നിയമത്തിൻ്റെ മുമ്പ് കൊണ്ടുവരണേ സർവശക്താന്ന് ഞാൻ 24 hours പ്രാർത്ഥിക്കുന്ന അത്രയാണ്. നീതിക്കും ജനങ്ങളുടെ സുരക്ഷയ്ക്കും വേണ്ടി നിലകൊള്ളുന്ന പോലീസിനോട് ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങളിൽ ചിലരുടെയെങ്കിലും കയ്യബദ്ധം കൊണ്ടോ, അതല്ല നിങ്ങളിൽ ചിലരെങ്കിലും അറിഞ്ഞുകൊണ്ട് ഒരു ജീവൻ ഇല്ലാതാക്കുമ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം. അവരും മനുഷ്യരാണ്. അവരെ കാത്തിരിക്കുന്ന അമ്മമാരുണ്ട്, ആശ്രയാറ്റ് പോകുന്ന കുട്ടികളുണ്ട്, സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന കുറേ ജീവിതങ്ങളുണ്ട്.